വരാനിരിക്കുന്നത് വിനോദ സഞ്ചാരങ്ങളുടെ മാസങ്ങളാണ്. അതായത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെ തന്നെ കുട്ടികൾ സ്റ്റഡി ടൂറുകളൊക്കെ പോകുന്ന ഒരു സമയം. അപ്പോൾ കൃത്യമായൊരു മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാ സ്കൂൾ കോളേജ് പ്രിൻസിപ്പൽമാർക്കും മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും കത്ത് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ചോറ്റാനിക്കരയിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റഡി ടൂർ പോയി വടക്കാഞ്ചേരിയിൽ കുട്ടികൾ അപകടത്തിൽപ്പെട്ട നിരവധി കുട്ടികൾ മരിച്ചൊരു സംഭവം. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് അടക്കം നേരത്തെ തന്നെ ഉറപ്പാക്കണം എന്നൊരു നിബന്ധന മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായും പാലിക്കണം എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എല്ലാ സ്കൂൾ കോളേജ് പ്രിൻസിപ്പൽമാരോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. കൃത്യമായും നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വിശദാംശങ്ങളും അതിലെ ഡ്രൈവർമാരെ കുറിച്ചുള്ള വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പിന് കൈമാറണം. അവർ നേരത്തെ പോയി ഈ വാഹനങ്ങൾ പരിശോധിച്ച് അത് ഫിറ്റാണോ എന്നത് നോക്കി സർട്ടിഫിക്കറ്റ് നൽകും. അത്തരം വാഹനങ്ങളിൽ മാത്രമേ വിനോദയാത്രയ്ക്ക് പോകാൻ പാടുള്ളൂ എന്നതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഈ സ്കൂൾ കോളേജ് പ്രിൻസിപ്പൽമാരെ അറിയിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോയി ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ബന്ധപ്പെട്ടവർക്കും പ്രിൻസിപ്പൽമാർക്കും ആയിരിക്കുമെന്നതാണ് കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ വിനോദയാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പല വാഹനങ്ങളിലും അനധികൃതമായിട്ടുള്ള പല ലൈറ്റിംഗ് സംവിധാനങ്ങൾ, സൗണ്ട് സിസ്റ്റം ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഇത് എതിർദിശയിൽ വരുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഫിറ്റ് അല്ല എങ്കിൽ അത് അപകടത്തിൽപ്പെടാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കൃത്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. വിനോദയാത്രയ്ക്ക് പോകുന്ന സ്കൂളുകളും കോളേജുകളും ഒരാഴ്ചയ്ക്ക് മുൻപെങ്കിലും ആ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം. അവർ ആ ടൂറിസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ വാഹനങ്ങളോ പരിശോധിച്ച് പരിശോധന വളരെ കൃത്യമാണ്. എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാം കൃത്യമായി പാലിച്ച ശേഷം മാത്രമേ ഇനി മുതൽ വിനോദയാത്ര പോകാൻ പാടുള്ളൂ എന്നതാണ്